യുടെ ശാപമാണോ എന്നറിയില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇപ്പോൾ മൊത്തത്തിൽ കഷ്ടകാലമാണ്. നെതന്യാഹുവിന് ജഡ്ജിയുടെ ശകാരം കിട്ടിയെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. അഴിമതി കേസുകളുടെ വിചാരണയ്ക്കെത്തിയതായിരുന്നു നെതന്യാഹു. വിചാരണയ്ക്കിടെ നെതന്യാഹു ഉറക്കം തൂങ്ങി. എത്രമാത്രം ശ്രദ്ധയുണ്ടെന്ന ചോദ്യമാണ് ജഡ്ജി ഉയർത്തിയത്. ശ്രദ്ധ കുറവാണെന്ന മറുപടിയും നെതന്യാഹു നൽകി. ഇതോടെ നേരത്തെ തന്നെ പോകാൻ ജഡ്ജി അനുവാദം നൽകിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മെയ് 12-നായിരുന്നു ഈ സംഭവം നടന്നത്. അന്ന് തന്നെ നെതന്യാഹുവിനെ അസ്വസ്ഥമാക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടായി. മെയ് 12-ന് ഒരു അമേരിക്കൻ ഇസ്രായേൽ ബന്ധിയെ മോചിപ്പിക്കാനുള്ള തീരുമാനം ഹമാസ് പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലിലാണ് മോചനം നടന്നത്. ഇത് നെതന്യാഹുവിന് വലിയ തിരിച്ചടിയാണ്. ഈ തീരുമാനം നെതന്യാഹുവിൻ്റെ ഉറക്കം കെടുത്തിയെന്നാണ് വിമർശകർ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സൗദി സന്ദർശനവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളും നെതന്യാഹുവിൻ്റെ ഉറക്കം കെടുത്തുന്നതാണ്. ട്രംപിൻ്റെ സൗദി സന്ദർശനത്തിന് തൊട്ടുമുമ്പാണ് നിർണായകമായ ആ തീരുമാനം ഉണ്ടായത്. ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ബന്ദികളിൽ ഒരാളായ US പൗരൻ ഐഡൻ അലക്സാണ്ടറെ ഹമാസ് വിട്ടയച്ചു. മോചനത്തിനായി ഹമാസുമായി നേരിട്ട് ഖത്തർ ചർച്ച നടത്തിയിരുന്നു. ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ഏക അമേരിക്കൻ ബന്ദി കൂടിയായിരുന്നു ഐഡൻ. US ബന്ദിയെ കൈമാറാനുള്ള ഹമാസ് തീരുമാനത്തെ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും അഭിനന്ദിച്ചു. ഗസയിൽ സമഗ്ര വെടിനിർത്തൽ നീക്കത്തിന് ഇത് ആക്കം കൂട്ടുമെന്നും ഈ രാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടു. അതിനിടെ സന്നദ്ധ സംഘടനകൾ വഴി ഗസയിലേക്ക് ഉടൻ സഹായം എത്തിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളും അന്തിമഘട്ടത്തിലാണെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. ഹമാസുമായി നേരിട്ട് US ചർച്ച നടത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ തിരിച്ചടിയാണ്. ഹമാസുമായി US സന്ധിയിലെത്തിയത് ഗസ സംഘർഷം നീട്ടിക്കൊണ്ടുപോകാൻ US-ന് താൽപ്പര്യമില്ലെന്ന സൂചനയാണ് നൽകുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ബന്ധം നഷ്ടക്കച്ചവടമാണ്. മിഡിൽ ഈസ്റ്റിനൊപ്പം കൂടുന്നതാണ് ലാഭം. ഇതിനായി ഇസ്രായേലിനെ തള്ളിപ്പറയാനും ട്രംപിന് മടിയില്ല. US-ൻ്റെ നടപടിക്ക് പിന്നാലെ ബന്ദിമോചനത്തിന് മുന്നിട്ടിറങ്ങാൻ തയ്യാറാവണമെന്ന് ഇസ്രായേലിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ വെടിനിർത്തൽ ചർച്ചകളോട് എതിർപ്പില്ലെങ്കിലും ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഒരുക്കമല്ലെന്നാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. ട്രംപിൻ്റെ അറബ് രാജ്യങ്ങളിലെ സന്ദർശനത്തിൽ ഗസയിലെ വെടിനിർത്തൽ ഉൾപ്പെടെ ചർച്ച ചെയ്യും. ബുധനാഴ്ച ഗൾഫ് രാഷ്ട്ര നേതാക്കൾ സംബന്ധിക്കുന്ന ഉച്ചകോടിയിൽ ഗസയിലെ വെടിനിർത്തലും ഭാവി ഭരണവുമെല്ലാം ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തേക്കും. നെതന്യാഹുവുമായുള്ള ഭിന്നതകൾക്കിടെയാണ് ട്രംപിൻ്റെ സൗദി സന്ദർശനം. സൗദിയും US-ഉം തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിനിടെ മറ്റൊരു റിപ്പോർട്ട് വരുന്നു. മിഡിൽ ഈസ്റ്റ് ഐയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിൻ്റെ US സന്ദർശനത്തിൽ യമനിലെ US ആക്രമണം അവസാനിപ്പിക്കാനും ട്രംപിന് മേൽ സൗദി സമ്മർദ്ദം ചെലുത്തിയെന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നത്. യമൻ ആക്രമണം സൗദിക്കും US-നും ലജ്ജാകരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2024-ൽ ബൈഡൻ ഭരണകൂടം ആക്രമണങ്ങൾ ആരംഭിച്ചതു മുതൽ സൗദി അറേബ്യ യമനിലെ US ആക്രമണത്തെ എതിർത്തിരുന്നു. സൗദി ഉൾപ്പെടെയുള്ള സുഹൃത്ത് രാജ്യങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് US യമനിൽ ആക്രമണം നടത്തിയത്. കഴിഞ്ഞയാഴ്ച ആക്രമണങ്ങൾ നിർത്തണമെന്ന് കർശനമായി തന്നെ സൗദി US-നെ അറിയിച്ചെന്ന് 2 US ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായി മിഡിൽ ഈസ്റ്റ് ഐ വ്യക്തമാക്കുന്നു. ട്രംപിൻ്റെ സന്ദർശനത്തിന് മുമ്പ് ആക്രമണങ്ങൾ നിർത്താൻ സൗദി ആവശ്യപ്പെട്ടതായി US ഉദ്യോഗസ്ഥരിൽ ഒരാൾ മിഡിൽ ഈസ്റ്റ് ഐനോട് പറഞ്ഞു. യമൻ ആക്രമണം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ആഴ്ച മുതൽ സൗദി US-ന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. യമനെതിരായ ആക്രമണങ്ങൾ തീ കൊണ്ടുള്ള കളിയാണെന്നും സൗദി US-ന് മുന്നറിയിപ്പ് നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. US യമനിലെ ആക്രമണം നിർത്തുമെന്ന് ട്രംപ് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. സൗദിയുടെ സമ്മർദ്ദത്തിലാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയെന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നത്. സൗദിയുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണോ യമനിലെ ആക്രമണം അവസാനിപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചതെന്ന് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ട്രംപിനൊപ്പം നിൽക്കുന്നവരും US-ൻ്റെ യമനിലെ ആക്രമണത്തെ അപലപിച്ചിരുന്നു. ഇതും കൂടിയാവാം ട്രംപിൻ്റെ മനമാറ്റത്തിന് കാരണമെന്നാണ് കരുതുന്നത്. US-ഉമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായി ഹൂതികൾ തിങ്കളാഴ്ച രാത്രി അറിയിച്ചതായി ട്രംപ് വ്യക്തമാക്കി. ഞങ്ങളത് പാലിക്കും, ഞങ്ങൾ ബോംബാക്രമണങ്ങൾ നിർത്തും, ട്രംപ് പറഞ്ഞു. കപ്പലുകളെ ആക്രമിക്കില്ലെന്നും ഹൂതികൾ വാഗ്ദാനം ചെയ്തതായി ട്രംപ് അറിയിച്ചു.